കൊച്ചി മെട്രോ റെയിൽ പദ്ധതി സംയുക്ത സംരംഭമായി നടപ്പാക്കണമെന്ന ആവശ്യത്തോട് കേന്ദ്ര ധനവകുപ്പ് പുറംതിരിഞ്ഞു നിൽക്കുകയാണെന്ന് മുഖ്യമന്ത്രി വി.എസ്. അച്യുതാനന്ദൻ. മെട്രോ റെയിൽ നടപ്പാക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യം. ഇതിനുള്ള അടിസ്ഥാന സൗകര്യ വികസന പ്രവർത്തനങ്ങൾ ഉടൻ തുടങ്ങുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. വൈറ്റില ബസ് ടെർമിനലിന്റെ ശിലാസ്ഥാപനം നിർവഹിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. പലതരം ഉടക്കുകൾ പറഞ്ഞ് മെട്രോ റെയിലിന് അനുമതി നൽകുന്നത് കേന്ദ്രം വൈകിപ്പിച്ചു. കൊച്ചിയിൽ മെട്രോ റെയിൽ മുതലാകില്ലെന്ന നിലപാടും കേന്ദ്രത്തിനുണ്ട്. എന്നാൽ പദ്ധതി ലാഭകരമാകുമെന്നതിൽ സംശയമില്ലെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. കൊച്ചിയിലെ യാത്രാക്ലേശം പരിഹരിക്കുന്നതിന് മെട്രോ റെയിൽവേയാണ് അനിവാര്യമായിട്ടുള്ളത്. മെട്രോ പദ്ധതി നടപ്പിലാക്കാൻ കഴിഞ്ഞ 4 വർഷമായി സംസ്ഥാന സർക്കാർ നിരന്തര സമ്മർദ്ദം ചെലുത്തി വരികയാണ്. പലതരം ഉടക്കുകൾ പറഞ്ഞ് പദ്ധതിക്ക് അനുമതി നൽകുന്നത് നീട്ടി കൊണ്ടുപോവുകയാണ് കേന്ദ്രം. വൈറ്റില മൊബിലിറ്റി ഹബ് സൊസൈറ്റിയുടെ ഓഫീസ് ഉദ്ഘാടനം മന്ത്രി എസ്. ശർമ്മ നിർവഹിച്ചു. മന്ത്രി ജോസ് തെറ്റയിൽ വെബ്സൈറ്റ് ഉദ്ഘാടനം നിർവഹിച്ചു. തദ്ദേശ ഭരണ വകുപ്പ് മന്ത്രി പാലോളി മുഹമ്മദ് കുട്ടി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. മേയർ, എംപിമാർ, MLA മാർ, മറ്റ് ജനപ്രതിനിധികൾ തുടങ്ങിയവരും പങ്കെടുത്തു. 3 ലക്ഷം ചതുരശ്ര അടി വിസ്തീർണമുള്ള ബസ് ടെർമിനലാണ് ആദ്യഘട്ടത്തിൽ ഉദ്ദേശിക്കുന്നത്. അടുത്ത മാർച്ചിൽ നഗരത്തിലെ ബസ് സ്റ്റാൻഡുകൾ ടെർമിനലിലേക്ക് മാറ്റാനാകും വിധം പണി തുടങ്ങുകയാണ് ലക്ഷ്യം. ബസ് ടെർമിനൽ വരുന്നതോടെ കൊച്ചി നഗരത്തിലെ ഗതാഗതക്കുരുക്കിന് പരിഹാരമാകുമെന്നാണ് പ്രതീക്ഷ. മനോരമ ന്യൂസ്, കൊച്ചി.